കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ സ്റ്റോറേജിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻസും പിന്നെ മാഗ്നറ്റിക് ഡിസ്കും കണ്ടു. സോ ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെയ്ഡിനെ പറ്റിയിട്ടാണ്. ഒരു ഫിസിക്കൽ ഡാറ്റ സ്റ്റോറേജ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് റെയ്ഡ്. സോ റെയ്ഡിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ റിഡൻഡൻറ്റ് എറേ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡിസ്ക് എന്നാണ്. ഇത് ഫസ്റ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റിഡൻഡൻറ്റ് എറേ ഓഫ് ഇൻഎക്സ്പെൻസീവ് ഡിസ്ക് എന്നായിരുന്നു. അത് ഇപ്പോഴാണ് ഇൻഡിപെൻഡൻറ്റ് ഡിസ്ക് ആയിട്ട് മാറ്റിയത്. Motivation for RAID: just and as additional memory in form of cache can improve the system performance. In the same way, additional disk can also improve the system performance. നമ്മളിപ്പോൾ അഡീഷണൽ ക്യാഷ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സിസ്റ്റം പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. സോ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അഡീഷണൽ ഡിസ്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റം പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെയ്ഡ് യൂസ് ചെയ്യുന്നത്. ഇൻ റെയ്ഡ് വി യൂസ് ആൻ എറേ ഓഫ് ഡിസ്ക്. ഒരു ഡിസ്കിൻ്റെ എറേസ് ആണ് നമ്മൾ കുറേ ഡിസ്കിൻ്റെ ഒരു എറേ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെയ്ഡിൽ യൂസ് ചെയ്യുന്നത്. ദിസ് ഡിസ്ക് ഓപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്. ഈ ഓരോ ഡിസ്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ഡിസ്കിനെ എറേ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. സോ ആ ഓരോ എറേയിൽ ആ ഓരോ ഡിസ്കിലും നമുക്ക് എന്ത് ചെയ്യും, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും, ഓരോ ഡിസ്കും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, since there are many disks, multiple input-output requests can be handled in parallel if the data is required is on separate disk. Yes, നമുക്ക് ഓരോ ഡാറ്റാസ് നമ്മൾ കുറേ ഡിസ്ക് ഉണ്ട്. ആ ഓരോ ഡിസ്കിൽ നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ഇൻ കേസ് നമുക്കിപ്പോൾ രണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട റിക്വയർഡ് ഡാറ്റ ഡിഫറെൻറ്റ് ഡിസ്കിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഓപ്പറേഷൻസ് പാരലായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, a single input-output operation can be handled in parallel if the data required is distributed across the multiple disks. In case നമുക്കൊരു സിംഗിൾ ഇൻപുട്ട്-ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് തന്നെ നമുക്ക് അതിനകത്ത് ഇൻപുട്ട്-ഔട്ട്പുട്ട് ഓപ്പറേഷൻ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യും, ഒരു സിംഗിൾ ഇൻപുട്ട്-ഔട്ട്പുട്ട് ഓപ്പറേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അത് തന്നെ മീൻസ് ഒരു സിംഗിൾ ഇൻപുട്ട്-ഔട്ട്പുട്ട് ഓപ്പറേഷൻ തന്നെ നമുക്ക് പാരലായിട്ട് വേണമെങ്കിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടുന്ന ഡാറ്റാസ് അതിൻ്റെ അകത്ത് ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി റിക്വയർ ആയ ഡാറ്റാസ് മൾട്ടിപ്പിൾ ഡിസ്കിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഉള്ളതെങ്കിൽ ഒരു സിംഗിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ആയാലും ഒരു മൾട്ടിപ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആയാലും നമുക്ക് എന്ത് ചെയ്യും, പാരലായിട്ട് ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. റെയ്ഡിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മെയിൻ അഡ്വാൻറ്റേജ് ആണ് അത് എന്തെന്ന്, പാരലൽ പെർഫോമൻസ്. പാരലായിട്ട് നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ, നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റാസ് ഒരു ഡിഫറെൻറ്റ് ഡിസ്കിലേക്ക് അറേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യും, അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാസ് അതായത് ഡിഫറെൻറ്റ് ഡിസ്കിൽ അറ്റ് എ ടൈം നമുക്ക് ഒരേ ടൈമിൽ നമുക്ക് ഡാറ്റാസ് റിട്രീവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ ഡാറ്റാസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, പാരലായിട്ട് നമ്മൾ എക്സിക്യൂഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. Benefits of RAID: data loss can be very dangerous for an organization. RAID technology prevents data loss due to disk failure. RAID നമുക്കറിയാം, ഡാറ്റ ലോസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഡേഞ്ചർ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും വലിയ ക്രൂഷ്യലാണ് അല്ലേ, ഡാറ്റ ലോസ് എന്ന് പറഞ്ഞാൽ. സോ ആ ഡാറ്റ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റെയ്ഡ് യൂസ് ചെയ്തിട്ട് RAID ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. RAID technology can be implemented in hardware or software. So hardware use ചെയ്തിട്ടോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടോ നമുക്ക് RAID technology ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സെർവേഴ്സ് മേക്ക് യൂസ് ഓഫ് RAID technology. സെർവേഴ്സ് RAID technology യൂസ് ചെയ്യും. RAID technology. There are 7 levels of RAID schema. These are called RAID 0, RAID 1 up to RAID 6. The common characteristics in all these levels is a set of physical disk drive. ഒരു set of physical disk drives ഉണ്ടാവും. The operating system views these separate disks as a single logical disk. യെസ്, നമ്മൾ പറഞ്ഞു റെയ്ഡ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു എറേ ആയിട്ട് നമുക്ക് ഡിസ്കിനെ അറേഞ്ച് ചെയ്ത് വെക്കും. ബട്ട് ലോജിക്കലി അത് കാണുമ്പം ഒറ്റ ഡിസ്ക്കായിട്ട് തോന്നും. ബട്ട് അവിടെ എന്തായിരിക്കും, കുറേ ഒരു മെനി ഡിസ്കിൻ്റെ ഒരു എറേ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തതായിരിക്കും ഒരു റെയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡാറ്റ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് എ ഫിസിക്കൽ ഡ്രൈവ്സ് ഓഫ് ദ എറേ. യെസ്, ഡാറ്റാസിനെ ഈ ഡിഫറെൻറ്റ് എറേസിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടാവുക. Redundant disk capacity is used to store parity information. Yes, redundant disk capacities നമ്മൾ parity information സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. Parity information can help in
റിക്കവറിങ് ഡാറ്റ ഇൻ കേസ് ഓഫ് ഡിസ്ക് ഫെയിലർ. ഇൻ കേസ് എന്തിനാണ് നമ്മൾ ഈ പാരിറ്റി ഡിസ്ക് അവിടെ വെക്കുന്നത്? കാരണം ഇൻ കേസ് നമ്മുടെ ഡാറ്റാസ് ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, പാരിറ്റി നിങ്ങൾ പഠിച്ചേക്കും, ഈവൻ പാരിറ്റി ഓർ പാരിറ്റീസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. സോ ഇൻ കേസ് നമ്മളെ ഏതെങ്കിലും ഒരു ഡിസ്ക് ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പാരിറ്റി ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ലോസ് ആയ ഡാറ്റാസ് റീകവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Then different levels of RAIDs ഉണ്ട്. RAID level 0 എന്ന് പറയുന്നത്, RAID level 0 divides data into block units and writes them across a number of disks. Yes, RAID 0ൻ്റെ അകത്ത് ഡാറ്റ നമ്മൾ ബ്ലോക്ക് യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഈ ഡിസ്കിലൊക്കെ സ്റ്റോർ ചെയ്യും. As data is placed across the multiple disks, it is called data stripping. ഡാറ്റാസ് മൾട്ടിപ്പിൾ ഡിസ്കിലേക്ക് പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഡാറ്റ സ്ട്രിപ്പിംഗ് എന്ന് പറയും. ആസ് ഡാറ്റ ഇസ് പ്ലേസ്ഡ് അക്രോസ് മൾട്ടിപ്പിൾ ഡിസ്ക്, ഇറ്റ് ഈസ് കോൾഡ് ഡാറ്റ സ്ട്രിപ്പിംഗ്. ദി അഡ്വാൻറ്റേജസ് ഓഫ് distributing data over disk is that if two different input-output operations are pending for two different blocks of data, then there is a possibility that the request block are on different disk. In case നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ട ഡിഫറെൻറ്റ് ബ്ലോക്സ് ഓഫ് ഡാറ്റാസ് ആയിരിക്കും അതിന് വേണ്ടെന്ന് വിചാരിക്കുക, എസ്യൂം ഇറ്റ്. സോ ഇൻ കേസ് ചിലപ്പോൾ നമുക്ക് ആ ഡിഫറെൻറ്റ് ബ്ലോക്സ് ഡിഫറെൻറ്റ് ഡിസ്കിലേക്ക് ഉണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യുക, ആ രണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസും അറ്റ് എ ടൈം സെയിം ടൈമിൽ തന്നെ നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യാം, പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അത് പാരലൽ എക്സിക്യൂഷൻ അവിടെ പോസിബിൾ ആണ്. കാരണം രണ്ട് ഡിഫറെൻറ്റ് ഡിസ്കിലായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അറ്റ് എ ടൈം നമുക്ക് ഈ രണ്ട് ഡാറ്റാസും ഈ രണ്ട് ബ്ലോക്ക് ഓഫ് ഡാറ്റാസും അറ്റ് എ ടൈം സെയിം ടൈമിൽ നമുക്ക് റിട്രീവ് ചെയ്യാനും അതിന് യൂസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. In RAID 0ൻ്റെ കേസ്, RAID level 0ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദർ ഇസ് നോ പാരിറ്റി ചെക്കിംഗ് ഓഫ് ഡാറ്റ. ഇവിടെ ഡാറ്റേൻ്റെ പാരിറ്റി ചെക്കിംഗ് ഇല്ല. സോ ഇഫ് ഡാറ്റ ഈസ് ഇൻ വൺ ഡ്രൈവ് ഗെറ്റ്സ് കറപ്റ്റഡ് ദെൻ ഓൾ ദി ഡാറ്റാസ് വുഡ് ബി ലോസ്റ്റ്. ഇൻ കേസ് ഇവിടെ പാരിറ്റി ചെക്കിംഗ് ഇല്ല. സോ ഇൻ കേസ് നമ്മളെ ഡാറ്റാസ് കറപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഡിസ്കിലെ ഡാറ്റാസ് കറപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റാസ് ഫുള്ളും നമുക്ക് എന്തെങ്കിലും ലോസ്റ്റ് ആണ്, നമുക്കത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. Spanning is another term that is used with RAID level 0 because logical disk will span all the physical drives. RAID 0 implementation requires minimum 2 disks. RAID 0 implementation minimum 2 disk ആവശ്യമാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഡയഗ്രാം നമുക്കുള്ളത്. സോ നമുക്ക് എന്തെങ്കിലും ഇപ്പം ഡാറ്റാസ് ABCD ദ റൈറ്റ്സ് ഓർഡർ ഫ്രം CPU ഫോർ ഡാറ്റ, ദാറ്റ് ഈസ് ABCD എന്നുള്ള ഡാറ്റ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തത്. സോ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ഡിസ്കിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യും. എനെ ഫസ്റ്റ് ഡിസ്ക് സ്റ്റോർ ചെയ്യും, ബീനെ സെക്കൻഡ് ഡിസ്ക്, സിനെ ഫസ്റ്റ് ഡിസ്കിൽ, ഡീനെ സെക്കൻഡ് ഡിസ്കിൽ. സോ ഓരോ ബ്ലോക്കായിട്ട് നമുക്ക് ഡാറ്റാസിനെ ഈ രണ്ട് ഡിസ്കിലായിട്ട് ഈക്വലി എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഓക്കെ, ഡാറ്റ ഈസ് റിട്ടൺ ബൈ സ്പ്രെഡിങ് ഇറ്റ് അക്രോസ് ദ മൾട്ടിപ്പിൾ ഡിസ്ക്. ദിസ് ഈസ് കോൾഡ് സ്ട്രിപ്പിംഗ്. യെസ്, ഡാറ്റ എങ്ങനെയാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്, അതായത് മൾട്ടിപ്പിൾ ഡിസ്കിലേക്ക് മൾട്ടിപ്പിൾ ഡിസ്ക്, അതായത് ഒരു ഡിസ്കിൽ A സ്റ്റോർ ചെയ്യുന്നത് അടുത്ത ഡിസ്കിൽ B സ്റ്റോർ ചെയ്യുന്നത്, ദെൻ അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ ഡിസ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഡാറ്റാസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ അതിനെ നമ്മൾ എന്താ പറയുന്നത്, ഡാറ്റ സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. ഡാറ്റ ഈസ് റിട്ടൺ ബൈ സ്പ്രെഡിങ് ഇറ്റ് അക്രോസ് മൾട്ടിപ്പിൾ ഡിസ്ക്. യെസ്, നമുക്ക് രണ്ട് ഡിസ്കിലേക്ക് സ്പ്രെഡ്, അതായത് ഒരു ഡിസ്കിൽ നമ്മളിപ്പം ABCD എന്നുള്ള ഡാറ്റ നമുക്ക് ABCD നമുക്കൊരു ഡാറ്റ എടുത്തു, ഒരു ABCD നമുക്ക് സ്റ്റോർ ചെയ്യും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഡിസ്കിൽ A സ്റ്റോർ ചെയ്യും, സെക്കൻഡ് ഡിസ്കിൽ B, അടുത്ത ഡിസ്കിൽ C സ്റ്റോർ ചെയ്യും, അടുത്ത ഡിസ്കിൽ D സ്റ്റോർ ചെയ്യും. സോ ഇതിനെ നമ്മൾ സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മളതിനെ ഒരു ഡാറ്റേനെ പീസായിട്ട് സ്ട്രിപ്പ് ചെയ്യാൻ മീൻസ് എന്താണ്, ഒരു സെക്ഷനായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഒരു സെക്ഷൻ നമ്മൾ ഫസ്റ്റ് ഡിസ്കിലാണ്, അടുത്ത സെക്ഷൻ എവിടത്തേക്ക് വരും, സെക്കൻഡ് ഡിസ്കിലായി, അടുത്ത ബ്ലോക്ക് സെക്കൻഡ് ഡിസ്കിൽ, തേർഡ് ബ്ലോക്ക് ഫസ്റ്റ് ഡിസ്കിലാണ്, ഫോർത്ത് ബ്ലോക്ക് സെക്കൻഡ് ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്യും. സോ അത് നമ്മൾ സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. Level 0 advantages. Advantages of RAID level 0 is that it increases the speed. Speed increasing. Throughput. Speed is increased because multiple data requests probably not on same disk. Multiple data request is probably not on same disk. This seek in parallel. A set of data is likely to be stripped across multiple disks. നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ഡിസ്കിലേക്കായിട്ടാണ്, മൾട്ടിപ്പിൾ ഡിസ്കിൽ ആയിട്ട് നമ്മൾ ഈ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. സോ ഓരോ ബ്ലോക്ക് ഡാറ്റ സ്ട്രിപ്ഡ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തത്. അതായത് ഒരു
ഒരു ബ്ലോക്ക് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിലാണ്, സെക്കൻഡ് ബ്ലോക്ക് എന്ത് ചെയ്യും അടുത്ത ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്യും അല്ലേ. സോ അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ ഇൻ കേസ് നമുക്കിപ്പം എക്സിക്യൂഷൻ്റെ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് 2 റിക്വസ്റ്റ് വന്നിട്ടെങ്കിൽ ഇൻ കേസ് ചിലപ്പോൾ എന്തായിരിക്കും ആ 2 റിക്വസ്റ്റ് വന്നിരിക്കില്ല, അവർക്ക് വേണ്ടുന്ന ബ്ലോക്ക് ഓഫ് ഡാറ്റാസ് 2 ഡിഫറെൻറ്റ് ഡിസ്കിലാവാം. സോ അവിടെ എന്തായിരിക്കും നമുക്കവിടെ പാരലൽ എക്സിക്യൂഷന് ചാൻസ് ഉണ്ട്. സോ നമുക്ക് എന്താ പറയുക, എക്സിക്യൂഷൻ്റെ സ്പീഡ് എന്ത് ഇൻക്രീസ് ചെയ്യും, റേറ്റ് ലെവൽ 0 എക്സിക്യൂഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഓൾസോ ഇംപ്ലിമെൻറ്റേഷൻ ഈസിയാണ്. നോ ഓവർ ഹെഡ് ഓഫ് പാരിറ്റി കാൽക്കുലേഷൻ്റെ ഓവർ ഹെഡ് ഇല്ല ഇവിടെ. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, നോട്ട് എ ട്രൂ റേറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഫോൾട്ട് ടോളറൻറ്റ്. അത് ട്രൂ റേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കെന്താ ഇവിടെ നമുക്ക് ഇൻ കേസ് ഏതെങ്കിലും ഒരു ഡിസ്ക് ഇപ്പം ഫസ്റ്റ് ഡിസ്കിൻ്റെ എന്തെങ്കിലും ഡാറ്റാസ് ലോസ് ആയിട്ടാണ് നമുക്ക് ആ ഡാറ്റാസ് ഒരിക്കലും റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അത് ഫോൾട്ട് ടോളറൻറ്റ് അല്ല. ദ ഫെയിലർ ഓഫ് ജസ്റ്റ് വൺ ഡ്രൈവ് വിൽ റിസൾട്ട് ഇൻ ഓൾ ഡാറ്റ ഇൻ എൻ എറേ ബീങ് ലോസ്റ്റ്. മീൻസ് ഏതെങ്കിലും ഒരു ഡ്രൈവ് പോയിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റാസ് ഫുൾ ലോസ്റ്റ് ആയി, ദെൻ വി കാൻ റിക്കവർ ഇറ്റ്. ഓക്കെ, implementation is easy, should not be used in mission critical environment. Yes, അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡാറ്റാസ് ഒന്നും സ്റ്റോർ ചെയ്യാൻ നമുക്കിത് യൂസ് ചെയ്തുകൂടാം. ദെൻ റേറ്റ് ലെവൽ 1, ദിസ് ലെവൽ ഈസ് കോൾഡ് മിററിംഗ്. ഈ ലെവൽ നമ്മൾ മിററിംഗ് എന്ന് പറയും. ആസ് ഇറ്റ് കോപ്പീസ് ഡാറ്റ ഓൺ ടു 2 ഡിസ്ക് ഡ്രൈവ് സൈമിൾട്ടേനിയസ്ലി. യെസ്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, സെയിം ഡാറ്റാസാണ്. സാധാരണ ഒരു മിറർ എഫക്റ്റിൽ ഇപ്പം നമ്മളൊരു മിററിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സെയിം ഇമേജ് എന്ത് ചെയ്യും, നെക്സ്റ്റ് നമുക്ക് ആ മിററിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പെയർ ഓഫ് ഡാറ്റാസ്, ഇപ്പോൾ ഫസ്റ്റ് പെയറിൽ നമ്മൾ ABCD സ്റ്റോർ ചെയ്യുന്നത് അതേ സെയിം കോപ്പീസ് എന്ത് ചെയ്യും ആ നെക്സ്റ്റ് ഡിസ്ക് ഇതിൻ്റെ പെയർ ഡിസ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. സോ ഇൻ കേസ് നമ്മൾ ഒരു പിന്നെ ഡ്രൈവ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് എന്ത് ചെയ്യുക അടുത്ത ഡ്രൈവിൻ്റെ അകത്ത് കാരണം അടുത്ത ഡ്രൈവിൽ എന്താണ് സെയിം ഡാറ്റാസ് തന്നെ സ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ റിഡൻഡൻറ്റ് ഡാറ്റ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റാസ് നെക്സ്റ്റ് ഡിസ്കിൽ അതിൻ്റെ പെയർ ഡിസ്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ പെയർ ഡിസ്കിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യുക ഡാറ്റാസ് retrieve ചെയ്യാം. ഓക്കെ, this level is called mirroring as it copies the data onto 2 disk drives simultaneously. As same data is placed on multiple disks. It is also called data mirroring. Yes, സെയിം ഡാറ്റേനെ മൾട്ടിപ്പിൾ ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്തത് അതിൻ്റെ ഒരു പെയറാണ്. ആ പെയറിൽ ഇത് ഫസ്റ്റ് ഡിസ്കിൽ എന്താണുള്ളത് അതിൻ്റെ പെയറിൽ അതിൻ്റെ നെക്സ്റ്റ് ഡിസ്ക് അതിൻ്റെ പിന്നെ പെയറായിട്ടുള്ള ഡിസ്കിൽ സെയിം ആ ഫസ്റ്റ് ഡിസ്കിൽ അതേ ഡാറ്റാസ് തന്നെ അതിൻ്റെ പെയർ ഡിസ്കിലും സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ അതിന് നമ്മൾ ഡാറ്റ മിററിംഗ് എന്ന് പറയും. സെയിം ഡാറ്റ, അതായത് 2 ഡിസ്കിൽ സെയിം ഡാറ്റാസ് ആയിരിക്കും ഉണ്ടാവാം. The automatic duplication of data means there is little likelihood of data loss or system down. Yes, സോ നമുക്ക് എന്തായാലും 2 ഒരുമിച്ചിട്ട് അങ്ങനെ ഫെയിൽ ആവാൻ ചാൻസ് ഇല്ല. സോ ഒരു ഡിസ്ക് ഫെയിൽ ആയാലും നെക്സ്റ്റ് ഡിസ്കിൽ നമുക്ക് ഡാറ്റാസ് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. Data stripping is used in RAID 0, but each logical strip is mapped to separate physical drives. Thus, every disk in the array has a mirror disk that contains the same data. Yes, level 1 in the case ആണെങ്കിൽ ഇവിടെ ഡാറ്റ സ്ട്രിപ്പിംഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ RAID 0ൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ അവിടെയും ഡാറ്റ സ്ട്രിപ്പിംഗ് തന്നെ യൂസ് ചെയ്യുന്നത് അല്ലേ. ഒരു ഡാറ്റ സ്ട്രിപ്പിംഗ് ഒരു ഡാറ്റ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, സെക്ഷൻസ് ഒരു ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ബ്ലോക്ക് ഒന്നാമത്തെ ഡിസ്കിലിടും, സെക്കൻഡ് ബ്ലോക്ക് ഇവിടെ സെക്കൻഡ് ഡിസ്കിലിടും, ദെൻ തേർഡ് ബ്ലോക്ക് ഫസ്റ്റ് ഡിസ്കിലിടും, ദെൻ ഫോർത്ത് ബ്ലോക്ക് അഗൈൻ സെക്കൻഡ് ഡിസ്കിലിടും. സോ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. സോ ഇതിൻ്റെ കേസിൽ RAID ലെവൽ 1ൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അവിടെ ഡാറ്റ സ്ട്രിപ്പിംഗ് തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് അവിടെ എന്താണ് ഇപ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റ നമ്മൾ ഫസ്റ്റ് ഡിസ്കിൽ ഇതാക്കി. സോ അതിൻ്റെ സെയിം അതിൻ്റെ ഒരു പെയറായിട്ട് വേറൊരു ഡിസ്ക് ഉണ്ടാവും. ആ പെയറിൽ ഈ സെയിം ഡാറ്റനെ ഇതിൻ്റെ പെയറായിട്ടുള്ള ഡിസ്കിൽ സ്റ്റോർ ചെയ്യും. അതായത് 2 ഡിസ്കിൽ സെയിം ഡാറ്റാസ് ഉണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. ഓക്കെ, thus every disk in the array has a mirror disk that contains same data. ഏതൊരു ഡിസ്ക് എടുത്താലും അതിനൊരു മിറർ ഡിസ്ക് ഉണ്ടാവും. സോ മിറർ ഡിസ്ക് മീൻസ് ആ ഡിസ്കിൽ ഈ സെയിം ഡാറ്റാസിനേക്കും സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ ഏത് ഡിസ്ക് എടുത്താലും അതിനൊരു മിറർ ഡിസ്ക് ഉണ്ട്, ആ മിറർ ഡിസ്കിൽ സെയിം ഡാറ്റാസിനേക്കും സ്റ്റോർ ചെയ്യാം. The data can be read from either disk but is written on both disk. ഇൻ കേസ് നമുക്കിപ്പം ഡാറ്റ റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡിസ്കിൽ നിന്ന് റീഡ് ചെയ്താൽ മതി. ബട്ട് ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, 2 ഡിസ്കിലും ഈക്വലായിട്ട് അപ്ഡേഷൻ വരുത്തണം. യെസ്, അതിൻ്റെ ലെവൽ 1ൻ്റെ ഒരു ഡയഗ്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ
സോ ABCD എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഡിസ്കിലുണ്ട്, അതിന് മിറർ ഇമേജ് അടുത്ത ഡിസ്കിൽ ഉണ്ട് ABCD എന്ന് പറഞ്ഞിട്ട്. സോ ഇനി വേറെ നെക്സ്റ്റ് ഡിസ്കിൽ എന്നിട്ട് EFGH ഉണ്ട്, അതിന് മിറർ ഇമേജ് എന്ത് ചെയ്യും, അതിൻ്റെ അടുത്ത ഡിസ്കിലുണ്ട് അല്ലേ. EFGH എന്ന് പറഞ്ഞാൽ മിറർ ഇമേജ് ഉണ്ട്. ഈ രണ്ടും സെയിം ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു ഡിസ്കിൽ ഒരു ഡാറ്റാസ് അതിൻ്റെ കോപ്പി വേറൊരു ഡിസ്കിൽ അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. സോ അതുപോലെ തന്നെ IJKL ഒരു ഡിസ്കിൽ ദെൻ അതിൻ്റെ ഒരു മിറർ ഇമേജ് സ്റ്റോർ ചെയ്യുന്ന വേറൊരു ഡിസ്കും ഉണ്ടാവും. സോ ഏതൊരു ഡിസ്ക് എടുത്താലും ആ ഡിസ്കിൻ്റെ മിറർ ഇമേജ് സ്റ്റോർ ചെയ്യുന്ന വേറൊരു ഡിസ്ക് അവിടെ ഉണ്ടാവും. സോ അതിൻ്റെ ഒരു ആനിമേഷന് റേറ്റ് ലെവൽ ആനിമേഷൻ. ഓക്കെ, റേറ്റ് ലെവൽ 1 characteristics. A read request can be executed by either of the two disks. ഏതെങ്കിലും 2 ഡിസ്ക് വെച്ചിട്ട് നമുക്ക് റീഡ് റിക്വസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു ഡിസ്കിൽ നിന്ന് തന്നെ റീഡ് ചെയ്താൽ മതി, നോ പ്രോബ്ലം. അതിപ്പോൾ ഫസ്റ്റ് ഡിസ്ക് അല്ലെങ്കിൽ അതിന് മിറർ ഇമേജുള്ള സ്റ്റോർ ചെയ്ത ഡിസ്കിൽ നിന്ന് അങ്ങനെ സ്റ്റോർ ചെയ്യാം, അങ്ങനെ റീഡ് ചെയ്യാം. സ്റ്റോർ ചെയ്യാന്നല്ല, റീഡ് ചെയ്യാം. റൈറ്റ് റിക്വസ്റ്റ് മീൻസ് ദാറ്റ് both the disk must be updated. റൈറ്റിൻ്റെ കേസാണ് റൈറ്റ് റിക്വസ്റ്റ് എന്നാൽ 2 ഡിസ്കിലും അപ്ഡേഷൻ വേണം, ഇല്ലെങ്കിൽ എന്താവും, ഒരു ഡിസ്കിൻ്റെ കോപ്പി ആയാന്ന് മറ്റേ ഡിസ്ക് അല്ലെങ്കിൽ മിറർ ഇമേജ് മറ്റേ ഡിസ്കിൽ നിന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ദിസ് ക്യാൻ ബി ഡൺ ഇൻ പാരലായിട്ടാണ് നമ്മളിപ്പോൾ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. പാരലായിട്ട് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക, അതായത് 2 ഡിസ്കിലും ഈക്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ അപ്ഡേഷൻസ് വരുത്തും. There is no overhead of storing parity information. ഇവിടെ parity information സ്റ്റോർ ചെയ്യുന്ന ഓവർഹെഡ് ഇല്ല. Recovery from failure is simple. If one drive fails, we just have to access the data from the second drive. In case one drive fail ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഡ്രൈവിൻ്റെ നമുക്ക് ഡാറ്റാസ് റീഡ് ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. Then advantages. Main advantages of RAID 1 provides fault tolerant ആണ് അല്ലേ. നമ്മൾ ഫസ്റ്റത്തെ RAID 0ൻ്റെ കേസാണ്, അത് fault tolerant അല്ല. ബട്ട് RAID 1 എന്താണ്, fault tolerant ആണ്. If one disk fails, the other automatically takes over. So continuous operation is maintained. RAID 1 is issued to store system software. Yes, എന്തിനാണ് RAID 1 യൂസ് ചെയ്യുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആയ ഡ്രൈവേഴ്സ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് RAID 1 യൂസ് ചെയ്യുന്നത്. ആൻഡ് അതർ highly critical files സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് RAID 1 യൂസ് ചെയ്യുന്നത്. ഓക്കെ, what's the disadvantage? The main disadvantage is its cost. Since data is duplicated, storage cost will increase. Storage cost high ആയിരിക്കും, അതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ലെവൽ 2. റെയിഡിൻ്റെ ലെവൽ 2 ആണ്. ഇവിടെ റിഡൻഡൻസി എങ്ങനെയാണെന്ന് എക്വയർ ചെയ്യുന്നത്, അതായത് ഹാമിംഗ് കോഡ് യൂസ് ചെയ്തിട്ടാണ് റിഡൻഡൻസി എക്വയർ ചെയ്യുന്നത്. ബിറ്റ് ലെവൽ സ്ട്രിപ്പിംഗ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബിറ്റ് ലെവൽ സ്ട്രിപ്പിംഗ് മീൻസ് the file is broken into bit-sized pieces. ഫയലിനെ ബിറ്റ്-സൈസ്ഡ് പീസായിട്ട് ബ്രോക്കൺ ചെയ്യും. ഇറ്റ് യൂസസ് എറർ കറക്ഷന് വേണ്ടിയിട്ട്. ഇൻ കേസ് എന്തെങ്കിലും ഡാറ്റാസ് പോയിട്ടുണ്ടെങ്കിൽ ഫോൾട്ട് ടോളറൻസിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഹാമിംഗ് കോഡാണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ബിറ്റ്-സൈസ്ഡ് പീസസ് ആയിട്ടാണ് ഇവിടെ ഫയൽസിനെ ബ്രോക്കൺ ചെയ്യുന്നത്. സോ ആ ബിറ്റ് സൈസ് പീസാണ് നമുക്ക് എന്ത് ചെയ്യണം, ഈ നമ്മളെ ഡിസ്കിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇറ്റ്സ് യൂസ്, നോ കൊമേഴ്ഷ്യൽ യൂസ്. അത് നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ യൂസിന് ഇപ്പം എന്തെടുക്കുന്നില്ല, നമ്മളെ റേറ്റ് ലെവൽ 2 നമ്മൾ കൊമേഴ്ഷ്യൽ യൂസിന് യൂസ് ചെയ്യുന്നില്ല. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഇസ് വെരി ഹൈ. ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഹൈ ആണ്. സിംഗിൾ ബിറ്റ് എറേഴ്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ആൻഡ് കറക്റ്റഡ്. സിംഗിൾ ബിറ്റ് എറർ ആണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ബട്ട് മൾട്ടിപ്പിൾ ബിറ്റ് എറേഴ്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബട്ട് നോട്ട് കറക്റ്റഡ്. മൾട്ടിപ്പിൾ ബിറ്റ് എറർ ആണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ബട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡിസഡ്വാൻറ്റേജസ് എന്താണ്? മൾട്ടിപ്പിൾ ബിറ്റ് എറേഴ്സ് കനോട്ട് ബി കറക്റ്റഡ്. ദെൻ RAID 3 gives better performance at lower price. യെസ്, RAID 2 നമ്മൾ പ്രാക്ടിക്കൽ യൂസിന് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, RAID 2നെ കമ്പയർ ചെയ്യുമ്പോൾ ലോ പ്രൈസാണ്. സോ ബെറ്റർ ടു യൂസ് RAID 3. ദെൻ ലെവൽ 3, bit interleaved parity. Byte level stripping means that the file is broken into bite-sized pieces. ഇവിടെ നിന്ന് ബൈറ്റ് ലെവൽ സ്ട്രിപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ നിന്ന് ഫയലിനെ ബൈറ്റായിട്ട് ബ്രോക്കൺ ചെയ്യും. ദെൻ ആ ബൈറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ഡിസ്കിലായിട്ട് സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, റിട്ടൺ ഇൻ പാരലൽ ഓൺ 2 or more ഡിസ്ക്. ഇവിടെ 2 or 2 ഡിസ്കിലേക്ക് നമ്മൾ പാരലായിട്ട് അത് റൈറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ,
സോ ബൈറ്റായിട്ട് അതിനെ സൈസ് ചെയ്ത് ദെൻ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ മൾട്ടിപ്പിൾ ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്യും. ആൻഡ് അഡീഷണൽ ഡ്രൈവ് സ്റ്റോഴ്സ് പാരിറ്റി ഇൻഫർമേഷൻ. ഇവിടെ ഡാറ്റ റിക്കവറി അല്ലെങ്കിൽ ഡാറ്റ റിഡൻഡൻസി എങ്ങനെയാണ് റിക്കവർ ചെയ്യുന്നത്? ബൈ പാരിറ്റി ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട്. പാരിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. ഈവൻ പാരിറ്റി, ഓഡ് പാരിറ്റി ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചതാണ്. ഐ തിങ്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷനിലൊക്കെ പഠിക്കാനുണ്ട് പാരിറ്റീസ് എന്താക്കിയുള്ള. ഓക്കെ, സോ പാരിറ്റി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഡിസ്ക് ഉണ്ടാവും. എന്തിനാണ് പാരിറ്റി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്? ഇൻ കേസ് ഏതെങ്കിലും ഒരു ഡിസ്കിലെ ഡാറ്റാസ് ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പാരിറ്റി ബിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ലോസ് ഡാറ്റനെ റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഐഡിയൽ യൂസ്. വീഡിയോ സ്ട്രീമിനെ യൂസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ്. ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ ത്രൂപുട്ട് ഫോർ ലാർജ് ഡാറ്റ ട്രാൻസ്ഫേഴ്സ്. യെസ്, ലാർജ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിസ്ക് ഫെയിലർ ഡസ് നോട്ട് സിഗ്നിഫിക്കൻ്റ്ലി സ്ലോ ഡൗൺ ദ ത്രൂപുട്ട്. യെസ്, ഡിസ്ക് ഫെയിലർ വന്നാലും ത്രൂപുട്ടിന് അത് അഫക്റ്റ് ചെയ്യുന്നില്ല. വാട്ട്സ് ദ ഡിസഡ്വാൻറ്റേജസ്? പെർഫോമൻസ് ലോവർ ഫോർ റാൻഡം സ്മോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. യെസ്, സ്മോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പെർഫോമൻസ് സ്ലോ ആണ്. ദെൻ ലെവൽ 4 ഓർ ബ്ലോക്ക് ഇൻ്റർലൂഡ് പാരിറ്റി. Block level stripping means each file is split into blocks of certain size. Yes, ഇവിടെ നമ്മൾ ഫയൽസിനെ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഇതാക്കുന്നത്. മറ്റേത് ബൈറ്റ് ആയിട്ടാണ് നമ്മൾ ഫയൽസിനെ സ്ട്രിപ്പ് ചെയ്ത് ഡിവൈഡ് ചെയ്യും. ഇവിടെ ഫയൽസിനെ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യും. allows each member to act independently when only a single block is requested. Yes, നമ്മൾ എന്ത് ചെയ്യും? ഓരോ ബ്ലോക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, yes, allows each member to act independently when only a single block is requested. ഓരോ ബ്ലോക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടേക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. സർവീസ് മൾട്ടിപ്പിൾ റീഡ് റിക്വസ്റ്റ് സൈമിൾട്ടേനിയസ്ലി. ഓക്കെ, ദെൻ ബ്ലോക്കിൽ പാരിറ്റി ഡിസ്ക് വരുത്തുന്നുണ്ടാവും. ദെൻ നമ്മളിവിടെ ബ്ലോക്ക് ലെവലിലേക്കും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡാറ്റാസ് അല്ലെങ്കിൽ ഫയൽസിനെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. സോ നമ്മളിവിടെ നിങ്ങൾ ഫെയിലർ വന്നിട്ട് ഫോൾട്ട് ടോളറൻസ് ഒക്കെ പറയുന്നത് പാരിറ്റി ബിറ്റ് യൂസ് ചെയ്തിട്ടാണ്. ദെൻ ഐഡിയൽ യൂസ് എവിടെയാണ്? എൻ്റർപ്രൈസ് ലെവൽ കമ്പനീസ് ടു യൂസ് ഇറ്റ് ഈസ് നെറ്റ് ആപ്പ്. അഡ്വാൻറ്റേജസ്: റീഡിങ് ഓപ്പറേഷൻസ് ആർ വെരി ഫാസ്റ്റ്. റീഡിങ് ഓപ്പറേഷൻ ഫാസ്റ്റ് ആണ്. ഫോൾട്ട് ടോളറൻസ് വെരി ഹൈ ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇൻ ഡിഗ്രേഡഡ് മോഡ് ഇറ്റ്സ് റീഡിങ് ഓപ്പറേഷൻ ഈസ് ബിക്കം സ്ലോ. ഡിഗ്രേഡഡ് മോഡിൽ റീഡിങ് ഓപ്പറേഷൻ സ്ലോ ആവും. റൈറ്റിംഗ് ഓപ്പറേഷൻ ഓൺ ഡിസ്ക് ഇസ് എക്സ്ട്രീംലി സ്ലോ. റീഡിംഗ് ഓപ്പറേഷൻ ഫാസ്റ്റ് ആകും. ഇവിടെ റൈറ്റിംഗ് ഓപ്പറേഷൻ എന്താണ്? എക്സ്ട്രീംലി സ്ലോ ആണ്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ലെവൽ 5 സ്ട്രിപ്പിംഗ് വിത്ത് പാരിറ്റി. മോസ്റ്റ് കോമൺ സെക്യൂർ റീഡ് ലെവലാണ് ലെവൽ 5. എക്സെപ്റ്റ് ദാറ്റ് data are transferred to disk by independent read and write operation. Yes, instead of a dedicated parity disk, the parity information is spread across all the drives. Yes, in നമ്മൾ നേരത്തെ കേസെല്ലാം നമ്മൾ ചെക്ക് ചെയ്തപ്പം 3ഉം 4ഉം ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്താ പറ്റുക? പാരിറ്റി ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ഡിസ്ക് ഉണ്ടാവും. ഇവിടെ എന്ത് ചെയ്യും? പാരിറ്റി ബിറ്റ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസിൻ്റെ കൂടെ തന്നെയായിരിക്കും എന്ത് യൂസ് ചെയ്യുന്നത്? പാരിറ്റി ബിറ്റും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. സെപ്പറേറ്റ് ഡിസ്ക് യൂസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് എ ഡെഡിക്കേറ്റഡ് പാരിറ്റി ഡിസ്ക്, പാരിറ്റി ഇൻഫർമേഷൻ ഇസ് സ്പ്രെഡ് അക്രോസ് ഓൾ ഡ്രൈവ്. പാരിറ്റി ഇൻഫർമേഷൻസ് എല്ലാ ഡ്രൈവിലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ടല്ല നമ്മളുടെ പാരിറ്റി ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഐഡിയൽ യൂസ്. ആപ്ലിക്കേഷൻ സെർവേഴ്സിൽ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ്: റീഡ് ഡാറ്റ ട്രാൻസാക്ഷൻസ് ആർ വെരി ഫാസ്റ്റ് വൈൽ റൈറ്റ് ഡാറ്റ സംവാട്ട് സ്ലോ. റീഡ് ഓപ്പറേഷൻസ് ഇവിടെ ഫാസ്റ്റ് ആണ്. റൈറ്റ് ഓപ്പറേഷൻ കുറച്ച് സ്ലോ ആണ്. ഡിസഡ്വാൻറ്റേജ്: ഡിസ്ക് ഫെയിലർ ഹാവ് ആൻ എഫക്റ്റ് ഓൺ ത്രൂപുട്ട്. യെസ്, ഡിസ്ക് ഫെയിലർ ഉണ്ടായാൽ അത് നമ്മൾ ത്രൂപുട്ടിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് എ കോംപ്ലക്സ് ടെക്നോളജി. കുറച്ചും കൂടെ കോംപ്ലക്സ് ആയ ടെക്നോളജീസാണ്. സോ ഇതൊക്കെയാണ് റെയ്ഡ്. എന്താണ് റെയ്ഡിൻ്റെ ലെവൽസ് ഇതൊക്കെയാണ്. സോ നിങ്ങളുടെ ടെക്സ്റ്റിൽ പ്രിഫർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഇത് കേട്ടിട്ടൊന്ന് ആ ടെക്സ്റ്റിൽ പ്രൊവൈഡ് ചെയ്ത PPT ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ PPT ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. സോ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു.